എൻ്റെ ടോപ്പിക് എന്താ വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കുക. എ ടാങ്ക് ഹാസ് എന്താണ് ഷേപ്പ് ഓഫ് ആൻ ഇൻവേർട്ടഡ് റൈറ്റ് സർക്കുലർ കോൺ വിത്ത് എ ബേസ് ഓഫ് റേഡിയസ് 5 feet ആൻഡ് ഹൈറ്റ് ഓഫ് 12 feet. If the tank is filled with water to a height of 8 feet, find the work required to empty the tank by the pumping the water over the top of the tank. വാട്ടറിൻ്റെ വെയിറ്റും നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ആൻസർ. ഇതാണ്. അപ്പം ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ എന്താണ് ആദ്യം പറഞ്ഞത്? ടാങ്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് റൈറ്റ് സർക്കുലർ കോൺ പിന്നെ വിത്ത് എ ബേസ് ഓഫ് റേഡിയസ് എന്താണ്? റേഡിയസ് തന്നിട്ടുണ്ട് 5 feet. അതാണ് ഇതാ ഇവിടെ കണ്ടോ, ഈ 5 feet എന്ന് പറയുന്നത് ഇതിൻ്റെ റേഡിയസ് ആണ്. ഹൈറ്റ് 12 feet ഇതാ ഈ ഒരു ഹൈറ്റ്. പിന്നെ ഈ ടാങ്കിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തത് 8 feet ഹൈറ്റിലാണ്. ഇതാ കണ്ടോ, ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു 8 feet ഹൈറ്റിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഈ ടാങ്കിന് ഇത്ര പോർഷനിലുള്ള ഈ വെള്ളം പുറത്തേക്ക് എടുക്കാൻ, ഇതിലൂടെ ഈ ഒരു പോർഷനിലൂടെ പുറത്തേക്ക് എടുക്കാൻ എത്ര വർക്ക് ഡൺ വേണ്ടി വരും എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ ഇത്ര പോർഷനിലല്ലേ വെള്ളം, അതായത് ഇത്രയും പോർഷനിലാണ് വെള്ളം ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ലാബ് കണ്ടോ, ഈ ഒരു കുഞ്ഞി സ്ലാബ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഇങ്ങനത്തെ ഒരു സ്ലാബ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ ഡെൽറ്റ വൈയും റേഡിയസ് എന്ന് പറയുന്നത് എക്സും. അപ്പം ഈ ഒരു സ്ലാബിൻ്റെ വോളിയം നമ്മൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഈ ഡിസ്ക് ഓഫ് റേഡിയസ് എക്സും അതുപോലെ ഡെൽറ്റ വൈ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഡെൽറ്റ വി ഈക്വൽ നമുക്ക് എഴുതാം πx² ഡെൽറ്റ വൈ. ഇനി നമുക്ക് വേണ്ടതെന്താ വെച്ചാൽ ഈ ഒരു ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഫിഗറിൽ നമുക്കറിയാം നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ, ഫുൾ ട്രയാങ്കിളും ഉണ്ട്, ഈ ഒരു ചെറിയ ട്രയാങ്കിളും ഉണ്ട്. അപ്പം സിമിലർ ട്രയാങ്കിളിൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും x/5 = y/12 ആണ്. ഇതിൽ നമുക്ക് x = കിട്ടി. കാരണം വെച്ചാൽ ഇവിടെ നമ്മളതിൽ ഡെൽറ്റ വൈൻ്റെ ടേം, അതുകൊണ്ട് ഇവിടെ എക്സ് വൈൻ്റെ ടേം ആക്കി എഴുതണം. അതുകൊണ്ട് നമുക്ക് കിട്ടിയെന്ത്, ഡെൽറ്റ വി = π5/12y² ഡെൽറ്റ വൈ. അതായത് ഡെൽറ്റ വിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഇനി എന്താണ്, വാട്ടറിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ഓഫ് ദ സ്ലാബിൻ്റെ വെയിറ്റ് കാണാൻ, അല്ലെങ്കിൽ ഈ വെയിറ്റ് ഓഫ് സ്ലാബ് എന്ന് പറയുന്നത് എന്നാണ് ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ സ്ലാബ്. അതായത് ആ ഒരു സ്ലാബ് മുകളിലോട്ട് എടുക്കുന്ന ഫോഴ്സ് എന്നാണ് ആ വാട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് 62.4 × 25/144 πy² ഡെൽറ്റ വി. അതായത് ഈ ഒരു 62.4 × ഡെൽറ്റ വി ചെയ്താൽ മതി. അപ്പോൾ ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് നമുക്ക് ഇത് കിട്ടി. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആ ഒരു കുഞ്ഞി സ്ലാബ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫോഴ്സാണ്. അപ്പം ഇത് എത്ര ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ഇവിടെ നോക്കാം. ഈ സ്ലാബ് എന്ന് പറയുന്നത് ഒരു വൈ ഇതിലാന്ന് നമ്മൾ ആദ്യം പറഞ്ഞു, വൈ ഡിസ്റ്റൻസിലാണ് നമ്മൾ എടുത്തത്. ഇത്ര ഒരു വൈ പോർഷനാണ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 12 - y ആയിക്കല്ലോ. അപ്പോൾ നമുക്കിത് മുകളിലോട്ട് ഒരു 12 - y ഡിസ്റ്റൻസ് നമുക്ക് കവർ ചെയ്യാണ്ട്. അപ്പം അതിനെടുത്ത വർക്ക് ഡൺ ആണ്, അതായത് ഡെൽറ്റ ഡബ്ല്യു. നമുക്ക് എന്ത് ചെയ്താറ് ഇവിടെ, ഡെൽറ്റ ഡബ്ല്യു = ഡെൽറ്റ എഫ് × 12 - y എന്ന് എഴുതണം. അതായത് 12 - y എന്ന് എഴുതണം. അപ്പം ആ ഡെൽറ്റ എഫ് നമ്മളതിലുണ്ട് 12 - y, ഡെൽറ്റ എഫ് × 12 - y എന്ന് എഴുതി. ഡെൽറ്റ ഡബ്ല്യു കിട്ടി. അതായത് ആ ഒരു ചെറിയ ഡിസ്ക് മുകളിലോട്ട് എടുക്കാനുള്ള വർക്ക് ഡൺ നമുക്ക് കിട്ടി. പക്ഷേ നമുക്ക് വേണ്ടി മൊത്തം ആ ഒരു 0 to 8 ഈ മൊത്തം വാട്ടർ മുകളിലോട്ട് എടുക്കാനുള്ള വർക്ക് ഡൺ നമ്മൾ വേണ്ടി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ചെറിയ വർക്ക് ഡൺ നമ്മളതിലുണ്ട്, ചെറിയൊരു ഡിസ്കിൻ്റെ വർക്ക് ഡൺ നമ്മളതിലുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ടോട്ടൽ വർക്ക് ഡൺ ഓരോ സ്ലാബും ഇങ്ങനെ എടുക്കാനുള്ള വർക്ക് ഡൺ എന്ന് ഡബ്ല്യു = 0 to 8 ഈ സ്മോൾ വർക്ക് ഡൺ ചെയ്യുക. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എന്താണ്, 65/6 × π1124 ആണ് നമുക്ക് വരുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഇങ്ങനൊരു ടാങ്ക് ഉണ്ട്, അതിൻ്റെ 8 feet ഹൈറ്റിൽ വെള്ളമുണ്ട്. ഈ ഒരു വാട്ടർ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ എത്ര വർക്ക് ഡൺ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ചെറിയ ഡിസ്ക് കൺസിഡർ ചെയ്ത്, സ്ലാബ് കൺസിഡർ ചെയ്ത്, ആ സ്ലാബ് എന്ന് പറഞ്ഞൊരു ഡിസ്ക് ഫോമിൽ, അതായത് ചെറിയ ഒരു പോർഷൻ അല്ല, അപ്പോൾ അതൊരു ഡിസ്ക് ഫോമിലല്ല ഉണ്ടാവുക. അതിൻ്റെ റേഡിയസ് നമുക്കറിയാം എക്സും, അതുപോലെ വിഡ്ത്ത് തന്നെ സ്മോൾ ഡി വൈ, അതായത് ചെറിയൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡെൽറ്റ വൈ എന്നും കൊടുത്ത്, എന്നിട്ട് വോളിയം നമ്മൾ കണ്ടുപിടിച്ച്, അതായത് ഏരിയ ഇൻറ്റു ആ ഒരു വിഡ്ത്ത് ചെയ്ത് πx² × ഡെൽറ്റ വൈ ചെയ്ത്. ഇന്ന് നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഡെൽറ്റ വൈ ആയതുകൊണ്ട് ഇവിടെ എക്സും അല്ല, അപ്പോൾ എക്സിനെ വൈൻ്റെ ടേമിലേക്കാക്കി ഈ സിമിലർ ട്രയാങ്കിളിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത്, എന്നിട്ട് നമ്മൾ ഡെൽറ്റ വി എന്ന് പറഞ്ഞ ഇക്വേഷൻ അവിടെ എഴുതി. പിന്നെ നമുക്ക് പറയുന്നത് വെച്ചാൽ വാട്ടറിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ വെയിറ്റ് നമുക്ക് അറിയില്ല. അപ്പോൾ ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ സ്ലാബ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ വെയിറ്റ് ഇൻറ്റു എന്ത് ചെയ്താൽ മതി, ആ ഒരു വോളിയം
നമുക്ക് എന്ത് കിട്ടി? ആ ഫോഴ്സ് കിട്ടി. പിന്നെയുള്ള വെച്ചാൽ എത്ര ഡിസ്റ്റൻസ് ആണ്, ഒരു വൈ ഡിസ്റ്റൻസിലാണ് നമ്മൾ ആ ഡിസ്ക് കൺസിഡർ ചെയ്തത്. അപ്പോൾ 12 - y അവിടെ അത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, അത് കവർ ചെയ്താലേ അത് പുറത്തേക്ക് എത്താനാവും. അപ്പം ഈ ചെറിയ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ, അതായത് ചെറിയ ആ ഒരു സ്ലാബ് മുകളിലോട്ട് എടുക്കാനുള്ള വർക്ക് ഡൺ ആണ് ഇത്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ആ മൊത്തം വാട്ടർ, അതായത് 8 ഫീറ്റിലുള്ള ഫുൾ വാട്ടർ എന്ത് ചെയ്യുക, മുകളിലോട്ട് എടുക്കാനുള്ള വർക്ക് ഡൺ ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ W ഈ കിട്ടിയതിനെ നമ്മൾ 0 to 8 ഇൻറ്റഗ്രേറ്റ് ചെയ്ത്, അതായത് 0 മുതൽ 8 വരെ ലിമിറ്റ് കൊടുത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വർക്ക് ഡൺ കിട്ടി. ഇത്രയാണുള്ളത്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷനാണ്. ക്വസ്റ്റ്യനും ഇത് ആൻസർ, ആ 2 ഫിഗേഴ്സ് വരയ്ക്കുക, എന്നിട്ട് ആ ചെറിയ സ്ലാബ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ സ്മോൾ വോളിയം കാണാം, പിന്നെ അതിൻ്റെ വെയിറ്റ് കാണുക, അതായത് ആ ഒരു സ്ലാബിൻ്റെ വെയിറ്റ്, പിന്നെ എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തത്, പിന്നെ വർക്ക് ഡൺ, ടോട്ടൽ വർക്ക് ഡൺ കാണാം. ഇത്രയാണ് ഈ ക്വസ്റ്റ്യൻ ഉള്ളത്.